KSRTC സ്വിഫ്റ്റ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ച് യുവാക്കൾ പിടിയിലായി. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു ഈ അതിക്രമം. അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം ഉണ്ടായത്. ശരി, ഫെലിക്സ് അതിൻ്റെ കൂടി വിവരങ്ങൾ നൽകും. ഫെലിക്സെ, വല്ലാത്ത അക്രമമാണ്. ഇവരെ ആരോപിക്കുന്ന പോലെ എന്താ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി അറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ദിവ്യശ്രീ, സംഭവം നടക്കുന്നത് ഇന്ന് പുലർച്ചെയാണ്. എറണാകുളത്തു നിന്നും കൊല്ലൂരിലേക്ക് പോകുമായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ്. ആ ബസ്സാണ് കണ്ണൂർ താഴെ ചൊവ്വയിലെത്തിയ സമയത്ത് ഇത്തരത്തിൽ അപകടകരമായ വിധം ഇയാൾ വാഹനം ഓടിച്ചു എന്നതാണ് യുവാക്കൾ പറയുന്നത്. അങ്ങനെ യുവാക്കൾ ഈ ബസ്സിനെ പിന്തുടർന്ന് ഇവിടെ എത്തിയ ശേഷം KSRTC ഡിപ്പോയിലേക്ക് എത്തിയ സമയത്താണ് അവിടെ വെച്ച് ഈ ബസ്സിന് നേരെ ആക്രമണം ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 7 യുവാക്കളാണ്. 7 യുവാക്കൾക്കെതിരെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ യുവാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ബസ് തങ്ങളെ ഇടിച്ചു വീഴ്ത്തുന്ന തരത്തിൽ ബസ് ഓടിച്ചു. അങ്ങനെ ബസ് ഓടിച്ച സമയത്ത് തങ്ങൾ പിന്നാലെ വന്ന് ഈ ബസ്സുകാരനോട്, ഡ്രൈവറോട് നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ബസ്സുകാരൻ നിർത്തിയില്ല. അങ്ങനെ നിർത്താതെ വന്നപ്പോഴാണ് പിന്നാലെ വന്ന് ബസ് ഡിപ്പോയിലേക്ക് കയറ്റിയ സമയത്ത് അവിടെ നിർത്തുകയും ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്തു എന്നതാണ് യുവാക്കളുടെ വാദം. പക്ഷേ KSRTC ബസ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോലീസിന് കേസെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ ഏതായാലും, അതായത് ഇയാൾ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചോ എന്ന കാര്യത്തിലൊക്കെ തെളിവുകൾ ഏതായാലും പുറത്തു വന്നില്ല. പക്ഷേ യുവാക്കൾ ഇങ്ങനെയാണ് പറയുന്നത്. ഏതായാലും KSRTC ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. അതേസമയം അതിക്രൂരമായി ബസ്സിനെ ആക്രമിക്കുകയും ബസ്സിൻ്റെ മിറർ അടക്കം അടിച്ച് തകർക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ടൗൺ പോലീസ് ഈ 7 യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്.